നമസ്കാരം. സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് സമാനമായ മറ്റൊരാക്രമണത്തിന് ലോകം വീണ്ടും സാക്ഷിയായിരിക്കുകയാണ്. മോസ്കോയ്ക്ക് 800 കിലോമീറ്റർ കിഴക്കുള്ള കസാനിലെ 2 അംബരചുംബികളായ കെട്ടിടങ്ങളിലേക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകൾ ഇടിച്ചു കയറുകയായിരുന്നു. 2001 ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഇരട്ട ഗോപുരങ്ങൾ വിമാനങ്ങൾ ഉപയോഗിച്ച് തകർത്ത ഭീകരാക്രമണത്തിന്റെ നടുക്കുന്ന ഓർമ്മകളിലേക്കാണ് ഇപ്പോൾ കസാനിൽ നടന്ന ആക്രമണവും നമ്മളെ വലിച്ചുകൊണ്ടുപോകുന്നത്. റഷ്യയുടെ ഭാഗമായ ടാറ്റർസ്ഥാൻ റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനമാണ് കസാൻ. ഇവിടെ 1.3 ദശലക്ഷത്തിലധികം ജനങ്ങൾ താമസിക്കുന്നുണ്ട്. നഗരത്തെ ആക്രമിച്ച ഡ്രോണുകളിൽ 6 എണ്ണത്തെ വെടിവെച്ചിടാൻ പറ്റിയതായും 3 എണ്ണമാണ് കെട്ടിടങ്ങളിൽ പതിച്ചതെന്നും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നു. ഇതിനു മുമ്പും സമാനമായ രീതിയിൽ റഷ്യയിൽ ഡ്രോൺ ആക്രമണം നടന്നിട്ടുണ്ട്. ഈ വർഷം ഓഗസ്റ്റിൽ കസാനിൽ നിന്നും 650 കിലോമീറ്റർ തെക്ക് സ്ഥിതി ചെയ്യുന്ന സരട്ടോവിലും സമാനമായ രീതിയിൽ റെസിഡൻഷ്യൽ കെട്ടിടത്തിലേക്ക് ഡ്രോൺ ഇടിച്ചു കയറി 4 പേർക്ക് പരിക്കേറ്റിരുന്നു. കസാൻ ആക്രമണത്തിൽ ആളപായമൊന്നും ഇതേവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കെട്ടിടങ്ങളിലെ ജനങ്ങളെ സുരക്ഷിതമായി ഒഴിപ്പിച്ചിരുന്നുവെന്ന് ടാറ്റർസ്ഥാൻ റിപ്പബ്ലിക് നേതാവ് റുസ്തം മിനിഖാനോവ് പറഞ്ഞു. 2022 ഫെബ്രുവരിയിൽ ആരംഭിച്ച റഷ്യ-യുക്രൈൻ യുദ്ധം 3 വർഷത്തോളമായി അതിരൂക്ഷമായി തുടരുകയാണ്. യുക്രൈൻ്റെ 20% ഭൂമി ഇപ്പോൾ റഷ്യയുടെ നിയന്ത്രണത്തിലാണ്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നതോടെ റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യുക്രൈൻ്റെ ഭാഗത്തു നിന്നുമുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. റഷ്യയെ പരമാവധി പ്രകോപിപ്പിക്കുക, അതിലൂടെ പുടിനെ ഒരു കടന്ന കൈ പ്രവർത്തിക്കാൻ നിർബന്ധിതനാക്കുക എന്നതാണ് യുക്രൈൻ്റെ ഇപ്പോഴത്തെ തന്ത്രം.